ഹലോ ഗൈസ്, നമസ്കാരം. ഇത് കണ്ടോ, ഇവിടെ ടിം ഹോട്ടൻസ് കാപ്പി വാങ്ങിക്കുമ്പോൾ ഇവിടെ റോളപ്പ് ചെയ്യാനുള്ളൊരു ഇത് നടക്കുന്നുണ്ട്. റോളപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പിൻ്റെ ഈ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന സാധനമല്ലേ, അത് ഇങ്ങനെ കടിച്ച് കഷ്ടപ്പെട്ടിട്ട് കണ്ടെഴുതിയത് കാണാനില്ലല്ലേ, പ്ലേ അഗൈൻ എന്ന് എഴുതി പോണേ, പ്ലേ അഗൈൻ. എല്ലാ ദിവസവും ഈ സാധനം ഞാൻ വാങ്ങിച്ചു നോക്കുന്നുണ്ട്. എനിക്കിത് ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല. ഇതിൽ പ്രൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ഒരു ഇലക്ട്രിക് കാറും, സെക്കൻഡ് പ്രൈസ് ഈ സാധനവും, പിന്നെ വീക്ക് ലോങ് വെക്കേഷനും അങ്ങനെ. ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ പാർട്ട്ണർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മിലെത്തി. ഇന്ന് എന്താ ചെയ്യുന്നത്, ചെസ്റ്റ് അല്ലേ, ഇന്ന് ചെസ്റ്റ് ഡേ ആണ്, ചെസ്റ്റ് ഡേ. വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലുക്കൊന്ന് മാറ്റണം. ഇതെന്താന്ന് പറഞ്ഞാൽ ഞാൻ മുടി സ്വയമായിട്ട് വെട്ടാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ബാർബർ ഷോപ്പിൽ പോകാറില്ല, ഞാൻ സ്വയമായിട്ട് തന്നെ വെട്ടാറ്. ഇപ്പം ഞാൻ കുറേ നാളായി വെട്ടിയിട്ട്. ഞാൻ നാട്ടിൽ നിന്ന് നിന്നിട്ട് ഇപ്പോൾ 3 മാസമായി. ഞാൻ 3 മാസമായിട്ട് അങ്ങനെ വെട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ചെറുതായിട്ട് സൈഡും താടിയും മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പം അതുപോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ടൊന്ന് മുടി വെട്ടാൻ നൈസായിട്ട്. സോ മൈ പർപ്പസ് ഓഫ് വ്ളോഗിങ് ഈസ് എന്താ, ഒരു ജേർണൽ. ഞാനിതെൻ്റെ ഒരു കുട്ടികളൊക്കെ ആകുമ്പോൾ വയസ്സാകുമ്പോൾ നമ്മളിങ്ങനെ ചാവാൻ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടി അങ്ങനെയൊക്കെ, അതൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചെയ്യണ എൻ്റെ കാരണം. പറഞ്ഞ് നമ്മൾ വാൾമാർട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടുത്തെ വാൾമാർട്ട്. എനിക്ക് ഗീവ് അവേ വാങ്ങിക്കാൻ പോവല്ല, ഞാനൊരു കളിപ്പാട്ടം വാങ്ങിക്കാൻ വന്നതാണ്. കളിപ്പാട്ടം ഇതാണ് നിങ്ങൾ വാങ്ങിക്കാൻ വന്ന സാധനം. ഒരു മോൺസ്റ്റർ ട്രക്കാണ്. നമ്മുടെ നാട്ടിലൊരു ഉണ്ണിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ദുബായിലുള്ളൊരു ഉണ്ണിക്ക് വാങ്ങിച്ചാണ്. സോറി, നാടെന്ന് പറഞ്ഞാൽ കുറവല്ലേ. എൻ്റെ പോലത്തെ ആനിമൽ പ്രാന്തന്മാർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. കണ്ടോ, ഗോഹാൻ, സക്കൂറ, താഞ്ചിറോ, ബ്ലീച്ചിൻ്റെ ഇവുണ്ട്, ഇച്ചിക്കോ ഉണ്ട്. ഇച്ചിക്കോ കുറേ സാധനങ്ങളായില്ലോ. 2 സാധനം വാങ്ങിക്കാൻ വന്നിട്ട് ഇപ്പോൾ നമ്മളൊരു പെട്ടി നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകാതെ കഴിഞ്ഞാൽ ഗൈസ് എന്താ പറയുക, ചെറുതായിട്ട് മൂഞ്ചി. ഞാനത് ബസ് കട്ടാക്കി. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും വലിയ ടീത്തില്ലേ മുടി വെട്ടുന്ന സമയത്ത് ഏറ്റവും വലിയ പല്ലെടുത്ത് മൂള് ഭാഗം മൊത്തം വെട്ടി. ഞാൻ എന്താ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കത്തിരി കൊണ്ട് വെട്ടാറ്. ഇത്തിരി ധൃതി ഉണ്ടായിരുന്നു ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്ത് ഇത് ചെയ്തതാണ്. അത് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, വലിയൊരു ഓട്ടയായി ഇവിടെ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണടച്ച് മൊത്തം അടിച്ച്. 2 മാസത്തിൽ നാട്ടിലെത്തേണ്ട ആളാണ്. ഈ വീഡിയോ ഇനി ഞാൻ 2 ദിവസത്തേക്ക് ക്യാമറ തൊടുന്നില്ല. എനിക്ക് എന്നെ തന്നെ നോക്കുമ്പോൾ എന്തോ പോലെ ഉണ്ട്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ, ഹായ് ഗൈസ്. എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ നല്ല സന്തോഷം. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഒരു സാധനം രജിസ്റ്റർ ചെയ്തു, നാട്ടിൽ വരണേക്കാളും മുമ്പ്. ഞാൻ ഇതുവരെ ചെയ്തില്ല, എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാണ്. ഹാഫ് മാരത്തോൺ മോഡൽ ട്രെയിനിങ് ഇന്ന് തൊട്ട് തുടങ്ങണം. ഇന്ന് തൊട്ട് കണക്ക് കൂട്ടുമ്പോൾ കറക്റ്റ് ഓൾമോസ്റ്റ് ഒരു 50 ദിവസം ഉണ്ട്. ഞാൻ എൻ്റെ പ്രോഗ്രസ്സൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് കാണിപ്പിക്കാം. നാട്ടിൽ നിന്ന് വന്നപ്പോൾ 85 ആയിരുന്നു, ഇപ്പോൾ 80 ഉണ്ട്. എന്തായാലും നാട്ടിൽ പോണേക്കാളും മുമ്പ് ഇപ്പോൾ 80 സംതിങ് kg ഇല്ലേ, നാട്ടിൽ പോണേക്കാളും മുമ്പ് അത് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പവഴി എനിക്ക് തോന്നിയത് ഈ മാരത്തോണാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി മസിലൊക്കെ പോവും. ഇനി ചിരിക്കാനൊന്നും പറ്റുന്നില്ല, ചിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും ആറ്റിറ്റ്യൂഡ് ഇട്ട് എടുക്കേണ്ടി വരും. തേങ്ങ. ഇപ്പം ഞാൻ എന്താ ചിന്തിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഡയറക്റ്റ് റോട്ടിലോടി തുടങ്ങണേക്കാളും മുമ്പ് ഇപ്പോൾ ഈ മാർച്ച് മാസം കൂടിയും സ്നോ ഉണ്ടാവത്തുള്ളൂ, ഏപ്രിൽ സ്നോ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ മാസത്തിൽ മെജോറിറ്റി ഞാൻ ട്രെഡ്മില്ലോടി ഒന്ന്
എന്താ പറയുക, ഒന്ന് നോർമലൈസ് ചെയ്തിട്ട് പിന്നെ ഞാൻ റൂട്ടിലൂടെ തുടങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു നോർമൽ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം അത്ര ഉണ്ടാവും. എന്നാലും ഈ വീഡിയോ വളരെ ചെറുതായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ മാരത്തോൺ 27th ഏപ്രിലാണ്. എനിക്ക് കറക്റ്റ് ഓൾമോസ്റ്റ് 50 days ഉണ്ട് പറഞ്ഞ പോലെ. അപ്പോൾ നാളെ തൊട്ട് കഴിഞ്ഞാൽ അതിനുള്ള ട്രെയിനിങ് ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോണതൊക്കെ. എൻ്റെ വീട്ടുകാർക്കായിരിക്കും ഞാൻ അത് രജിസ്റ്റർ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. നാട്ടിൽ വരുന്നേക്കാളും 2 ദിവസം മുമ്പാണ് എൻ്റെ റേസ്. അപ്പോൾ ആകെ പണി കിട്ടിയിട്ട് വീട്ടിൽ കയറി വരണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു നോക്കണേ. പക്ഷെ എൻ്റെ അച്ഛൻ ഓട്ടക്കാരനാണ്, കാരണം ആൾ ഗുഡ് എന്ന് പറഞ്ഞ കേട്ടോ. അച്ഛൻ്റെ റൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ റെക്കോർഡ് 1 hour 45 minutes ആണ് മാരത്തോണിന്, ഹാഫ് മാരത്തോണിന് 1 hour 45 minutes. അപ്പോൾ എനിക്ക് 1 hour 45 minutes പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, എന്നാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.